ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കായിട്ടും നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നാം 14-13 വാക്യങ്ങൾ ചിന്തിക്കുവാനിടയായി. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. മനുഷ്യന് ആത്മരക്ഷ ലഭിക്കുവാൻ ഏക പേര്, ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റേതാണ്. ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? എന്നെ കേൾക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് വളരെ താഴ്മയോടുകൂടി കാര്യങ്ങൾ പറയട്ടെ. ഭാരതത്തിൽ 145 കോടിയോളം ജനമാണ്. 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളാണ്. ധാരാളം ഗ്രാമങ്ങൾ, ജനങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി കേട്ടിട്ടില്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തുവിൻ്റേതാണ്. ആ നാമത്തിൽ മാത്രമേ മനുഷ്യൻ രക്ഷയുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ ഒരു സത്യം ഞങ്ങൾ അടിവരയിട്ട് വിശ്വസിക്കുന്നു. ലോകത്തിൽ മനുഷ്യന് പാപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനുള്ള ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ എന്നുണ്ടായിരിക്കണം? അതിൽ അവൻ വിശ്വസിക്കണം. വിശ്വസിക്കേണ്ടതിന് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാരതം സുവിശേഷം അറിയണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം എന്നുള്ളത് പോകുക, പ്രസംഗിക്കുക. ഞാൻ 8 മാസം മുമ്പ് വീണ്ടും ബീഹാറിലെത്തുവാനിടയായി. പലരും ചോദിച്ചതായൊരു ചോദ്യം, ഈ 60-ാം വയസ്സിലും ബീഹാറിലേക്ക് പോകണമോ? ദൈവം വ്യക്തമായ ഒരു ബോധ്യം നൽകി. ചില നാളുകൾ കൂടി കർത്താവിൻ്റെ വേല എവിടെ ചെയ്യണം. പ്രിയരെ, ബീഹാർ നിങ്ങളെ വിളിക്കുന്നു, UP നിങ്ങളെ വിളിക്കുന്നു, ഭാരതം നിങ്ങളെ വിളിക്കുന്നു. ഈ ഭാരതത്തിൽ സുവിശേഷം അറിയിക്കേണ്ട ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം അതിൻ്റെ 9-ാം വാക്യം നാം ചിന്തിച്ചതാണ് പറയുന്നത്, എനിക്ക് കഠിനമായ വേദനയും നോവുമുണ്ട്. എൻ്റെ സഹോദരന്മാർ നശിച്ചു പോകുന്നതോർത്ത്. ഭാരതത്തിലെ നമ്മുടെ പ്രിയ സഹോദരന്മാർ, അത് മുസ്ലിം സഹോദരന്മാരാകട്ടെ, ഹിന്ദു സഹോദരന്മാരാകട്ടെ, അവർ നശിച്ചു പോകുന്നത് ദൈവത്തിനൊരിക്കലും ചിന്തിക്കുവാനായിട്ട് കഴിയില്ല. കാൽവരി ക്രൂശിൽ കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞത് ഭാരതത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ദൗത്യമെന്ന് പറഞ്ഞാൽ ഈ സത്യം പോയി പ്രസംഗിക്കണം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി വടക്കേ ഇന്ത്യയിൽ പ്രതിസന്ധികളുടെ നടുവിൽ പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് മിണ്ടാതിരുന്നുകൂടെ? ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. കാരണം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നാമം, ഈ സത്യം, ഈ ക്രൂശിന്റെ വചനം, അത് ഞങ്ങൾക്ക് പ്രസംഗിച്ചേ മതിയാകുള്ളൂ. കാരണം ഈ ലോക ജീവിതം നശ്വരമാണ്. അത് ശവക്കല്ലറ വരെ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനുശേഷം ഒരു ജീവിതം കർത്താവിനോട് കൂടി ഉണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ആര് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നോ അവൻ രക്ഷിക്കപ്പെടും. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ ദൈവം സഹായിക്കട്ടെ. എന്നിട്ട് പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരെക്കാൾ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആരും അയക്കാതെ സഭയുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ദൈവ ദാസന്മാർ, കർത്താവിന്റെ വേലയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവർ, അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ ആ വിധത്തില് ദൈവത്തിന്റെ ആത്മാവിന്റെ
നിയന്ത്രണത്തിൽ അവരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അയക്കുക. അവരെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അവരെ വേലയ്ക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആരും അയക്കാതെ എങ്ങനെ പോകും? കർത്താവ് ശിഷ്യന്മാരെ അയച്ചു. ശിഷ്യന്മാർ ആ ദൗത്യം നിർവഹിച്ചു. ഇന്ന് ഈ ദൗത്യം നമ്മുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നാം ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ തയ്യാറാണോ? ആരും അയക്കാതെ എങ്ങനെ പോകും? സഭകളുടെ ഉത്തരവാദിത്തമാണ് ഈ സത്യം മനസ്സിലാക്കിയ സഭകൾ, ഈ ദൗത്യം മനസ്സിലാക്കിയ സഭകൾ അത് നിരന്തരമായി പ്രാർത്ഥിക്കുക. കർത്താവ് ആരെ ഉയർപ്പിക്കുന്നോ ഈ സത്യങ്ങൾ വിളിച്ചു പറയുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ചിലർ കർത്താവിൻ്റെ വേലയ്ക്ക് കടന്നുപോയി, അതിനുശേഷം സഭയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അങ്ങനെയല്ല, സഭ ഉത്തരവാദിത്വത്തോടുകൂടി അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കുവാൻ, പിൻബലമായിട്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഈ കർത്താവിനെ ഇതുവരെയും രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതല്ലാതെ രക്ഷയ്ക്കൊരു മാർഗമില്ല. രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗം. അതുകൊണ്ട് ഞങ്ങൾ ഈ സത്യം പ്രസംഗിക്കുകയാണ്, ഞങ്ങളുടെ ദൗത്യം നിറവേറ്റുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിലേക്ക് കടന്നു വരിക, നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. കേൾവിക്കാരായ എല്ലാവരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഈ സത്യവചനം അത് കേൾവിക്കാരായ എല്ലാവരും അംഗീകരിക്കുവാൻ, യേശു കർത്താവിനെ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിക്കുന്നു. പലവിധമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ ഭംഗിയായി ചെയ്യുവാൻ, വാഹനവുമായി ക്ഷമമായിട്ട് അവിടെ എത്തിച്ചേരുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യവും മനോഹരമായ നാമത്തിൽ താഴ്മയും വിനയമായി യാചിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.